ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഗണ്ണെന്ന് പറഞ്ഞാൽ M249. അത് ക്ലോസ് റേഞ്ചിലാണെങ്കിലും ലോങ് റേഞ്ചിലാണെങ്കിലും മിഡ് റേഞ്ചിലാണെങ്കിലും എങ്ങനെ അടിക്കാനാണെങ്കിലും ഏറ്റവും കൂടുതൽ എടുക്കുന്ന M249. കാരണം ഇപ്പോൾ അത് വെച്ച് സ്പ്രേ ചെയ്യാനായിട്ട് ഒരു രക്ഷയില്ല. അതിൻ്റെ ചെയ്ത് കഴിയുമ്പോൾ ആക്യുറസി ആണെങ്കിലോ എല്ലാ ഹെഡും ഒക്കെ ആയിരിക്കും കണക്റ്റ് ആവുന്നതും എനിമി എന്തായാലും വീഴുകയും ചെയ്യും. ലോങ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും ലോങ് അടിച്ചല്ലോ എന്നുള്ളൊരു ഇപ്പോൾ കണ്ടില്ലേ, അത്ര 200 മീറ്റർ അപ്പുറം എന്ന ഏതോ ഒരു വടാപ്പാവ് ഗേളിനെ വട വെക്കുന്നൊരു ചേച്ചീനെ അടിച്ചു. വടാപ്പാവ് ഗേളൊക്കെ ഇപ്പോൾ റിവൈവ് ആയി പോകും. അത് കഴിഞ്ഞ് അവിടെ ഇത്രയും ടൈമില്ല, അങ്ങ് ലോങ്ങിലല്ലേ നോക്കട്ടെ. അപ്പം അവിടെ അവരുടെ ടീമേറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറും. റീകോളിന് അങ്ങോട്ട് കയറുമ്പം എൻ്റെ ടീമേറ്റിനെ ഇപ്പോൾ നോക്കാക്കുന്ന ആ വടാപ്പാവ് ഗേൾ അവിടെ റിവൈവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നൈപ്പറിനെ നോക്കൊക്കെ ആക്കിയപ്പോഴത്തേനും എൻ്റെ ടീമേറ്റ് നമ്പർ 4 റിവ് ആക്കാൻ പോകുമ്പോഴത്തേനും സ്പ്രേ വരും. സ്പ്രേ ചെയ്യുമ്പോൾ എനിക്ക് തല കാണാൻ പറ്റും. ആ മുട്ടത്തലക്കെട്ട് പറഞ്ഞാൽ ഞാൻ M249 വെച്ച് കൊടുക്കും, നോക്കാവും. വീണ്ടും വടാപ്പാവ് നോക്കാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മണ്ടൻ ഇപ്പം ജീപ്പൊക്കെ എടുത്തിട്ട് വരും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. USA ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങും. അവൻ കോമ്പി കളിക്കുന്ന ഒരു വൈബിലിട്ട് കറക്കും. പക്ഷെ അവൻ വരുന്നത് കറങ്ങി മലയൊക്കെ പിടിച്ച് കറങ്ങി വരുന്നത് എൻ്റെ വായിക്കത്തോട്ടെ. ഞാൻ എവിടെയാണെന്നുള്ള ഇൻഫോ അവനുണ്ട്, എങ്കിലും അവൻ വരുന്നുണ്ടോ നേരെ എനിക്ക് പാകത്തിന് എന്നെ അടിച്ചോ എന്ന് അവനെ നൈസായിട്ട് അടിക്കും. അത് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ റൈറ്റുള്ള പാറയില്ലേ, ആ പാറയുടെ അവിടെ ഒരുത്തൻ വന്നിരിപ്പുണ്ട്, ഇവരുടെ മൂന്നാമനെ. അപ്പോൾ പാറയുടെ അവിടെ അവൻ കറക്റ്റ് എനിക്ക് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ വരുന്നത് പോലെ ഇങ്ങനെ തല ഇങ്ങനെ നീങ്ങി വരും. അതെന്താ അറിയില്ല, ഇപ്പം ഈ M249 വെച്ച് കളിക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പവർ കൂട്ടിയതാണോ എന്താ അറിയത്തില്ല, റീകോയിൽ കുറച്ചോ. പണ്ടൊക്കെ ഭയങ്കര റീകോയിലായിരുന്നു. അപ്പോൾ നിങ്ങളിത് കളിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്കൊരു കിടിലൻ ടീമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു അത്യാവശ്യം കോർഡിനേഷനും കാര്യങ്ങളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ കളിക്കുന്ന ഒരു ടീമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരു 1 ഡേ ടൂർണമെൻറ്റ്, ഒരു 3 മാച്ചസ് കാണും. അപ്പം ഇതിനൊരു പെയ്ഡാണ്. അതായത് പെർ പ്ലെയർ 10 രൂപ കിട്ടും ആദ്യം. പക്ഷേ നിങ്ങൾക്ക് പോയാൽ ഒരു 10 രൂപ, കിട്ടിയ ഒരു 500 രൂപ, അതങ്ങനെ ഉണ്ടായിരിക്കും. അതായത് നമ്മളിവിടെ 500 രൂപയുടെ പ്രൈസ് പൂളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിന് 300 ഉണ്ട്, പിന്നെ 150 വെച്ചിട്ട് സെക്കൻഡിലുണ്ട്, പിന്നെ കൊടുക്കുന്നത് അതായത് റണ്ണറപ്പിന്, പിന്നെ കൊടുക്കുന്നത് ബെസ്റ്റ് ഫ്രാഗറിനും ഉണ്ട്. അങ്ങനെ പ്രൈസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിടിലൻ ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട്. പോയിൻ്റ് ടേബിൾ ഉണ്ട്, ലൈവ് ഉണ്ടായിരിക്കും യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യാം. ഞാൻ അവരുടെ Instagram ID അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ലിങ്ക് അയച്ചു തന്നേക്കാം. അപ്പം നമ്മളത് നെക്സ്റ്റ് വീക്കിലേക്കാണ് നടത്തുന്നത്. പിന്നെ അവർക്ക് ഡെയിലി സ്ക്രിം ഇതുകൊണ്ട് കേട്ടോ, അതായത് വീക്ക്ലി സ്ക്രിംസ് ഉണ്ട്. ഡെയിലി മാച്ചസ് വെച്ചിട്ട് വീക്ക്ലി പോയിൻ്റ് ടേബിളോ കാര്യങ്ങളോ എല്ലാം ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടത്തുന്നൊരു സ്ക്രിംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ.